തുടരുമ്പോൾ ഷാഫി ശാലിയും ആനിൽ വിളയിലും നമുക്കൊപ്പം ചേർന്നു. ശ്രീ ഷാഫി ശാലിയും ചില ടെക്നിക്കൽ വിഷയങ്ങൾ കാരണം താങ്കളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, ഖേദിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഈ ആരോപണം ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇത്തവണയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് തൊട്ട് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ പറയുന്നത് എടുത്തെടുത്താണ്. മലപ്പുറത്ത് ചെന്നാൽ മറ്റൊരു രാജ്യം പോലെ തോന്നുമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ഇപ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. മതപരമായ ചടങ്ങ് നടക്കുമ്പോൾ ഒരു ചായക്കട തുറക്കാൻ പോലും മലപ്പുറത്തെ മുസ്ലിങ്ങൾ അനുവദിക്കുന്നില്ല. മുസ്ലിം വിഭാഗത്തിന് മത താല്പര്യത്തിനനുസരിച്ച് മാത്രമേ മറ്റു മതവിഭാഗങ്ങൾക്ക് ഒരു ജില്ലയിൽ ജീവിക്കാൻ കഴിയൂ എന്നൊക്കെ SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതല്ല. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് വർഗീയത പറയുക മാത്രമാണ് എന്ന് കരുതണോ? അല്ല, ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കേണ്ടത് മുസ്ലിമിനടുത്ത് ഒരു ചായക്കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പള്ളിയില് പിന്നെ അകത്ത് നിസ്കരിക്കുന്നിടത്ത് ചായക്കട തുറക്കാനാണോ? അല്ലെങ്കിൽ പെരുന്നാളിന്റെ ഈദ്ഗാഹാണോ? അതല്ലെങ്കിൽ ചില നേർച്ചകളുണ്ട്, എന്താ ഇയാൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഈ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ കപ്പലടി വിൽക്കാനും അല്ലെങ്കിൽ ഇഞ്ചിമിഠായി വിൽക്കാനൊക്കെ വരുന്നവൻ ഏത് സമുദായം എന്ന് ആരാ അന്വേഷിക്കല്? എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാല്. യാതൊരു കെടുപിടി ചെയ്യാതെ ഓരോന്ന് വിളിച്ചു പറയാ. എന്ത് പ്രശ്നമാണുള്ളത്? ഇവിടെ ഇപ്പോ ഒരു പാനലിസ്റ്റ് ഇതേമാതിരി എന്തോ പിന്നെ ഇസ്ലാമിക കോടതി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് എവിടെ ഈ കോടതി ഉള്ളതെന്ന് ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. വെറുതെ ഓരോ ഈ വിഷക്കങ്ങൾ വിളിച്ചു വരുമ്പോ മലപ്പുറം ജില്ലനെ എന്തപ്പോ മലപ്പുറം ജില്ല രൂപീകരിച്ച എന്താ കുഴപ്പം? പത്തനംതിട്ട ജില്ല രൂപീകരിച്ചല്ലോ, ഈ ചങ്ങാതിമാരെ എവിടെയും വയനാട് രൂപീകരിച്ചല്ലോ. ഇപ്പോഴും 10-60 ലക്ഷം മനുഷ്യന്മാരാ. 8 ലക്ഷം 9 ലക്ഷം വരുന്ന ജനതയുള്ള ജില്ലക്കും ഒരു ജില്ലാ കലക്ടർ, 60 ലക്ഷമുള്ള മനുഷ്യന്മാർക്ക് ഒരു ജില്ലാ കലക്ടർ. എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ നേരിട്ടുണ്ട്. പിന്നെ അവിടെ ഹിന്ദു സമുദായമില്ലേ? അവിടുത്തെ ഹിന്ദു സമുദായം ഇനി എവിടെ പോകണം? 30-35% ഹിന്ദുക്കളുണ്ട്, വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നവരുണ്ട്. മലപ്പുറം ജില്ലയ്ക്ക് തൊഴിലെടുക്കാൻ വന്ന ധാരാളം പേർ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുണ്ട്. ഒറ്റ ആളും ഇവിടെ വന്നതിന് ശേഷം റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകില്ല, ഇവിടെ തന്നെ കൂടെ. എന്താ കാരണം? താങ്കളെപ്പോലുള്ള വിഷജന്തുക്കൾ ഇവിടെ കുറവാ, അതുകൊണ്ടാണ്. അത് ആദ്യം മനസ്സിലാക്കി. പിന്നെ വേറെന്തൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഈ വെള്ളാപ്പള്ളി പിന്നെ പറയുന്നതിനെ കുറിച്ചിട്ടൊക്കെ ബാക്കിയുള്ളവരെന്താ പറഞ്ഞത്? അദ്ദേഹം ലീഗിനെതിരെ പറഞ്ഞെന്നല്ലേ KT ജലീലും പിണറായി വിജയനൊക്കെ ന്യായീകരിക്കുന്നത്. ഇപ്പൊ ഇന്ന് പറഞ്ഞ പിന്നെ സാധനം ലീഗിനെതിരെയാണ്. മൊത്തം മുസ്ലിം സംഘടനകളെ അടക്കിയല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പണ്ട് വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര്, CPM-ന്റെ നേതാക്കന്മാര് മുന്നോട്ട് വന്നിരുന്നു, അല്ലേ? ഇപ്പൊ എന്താ മിണ്ടാതിരിക്കുന്നത്? ശ്രീ ഷാഫി ശാലിയും വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അത് നേരത്തെ തന്നെ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. എത്ര പഞ്ചായത്ത് അംഗങ്ങൾ ഹിന്ദുക്കളുണ്ട് മലപ്പുറത്ത്? അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത്? മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് സീറ്റ് കൊടുക്കാറുണ്ടോ ലീഗ് നേതാക്കന്മാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുണ്ടോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പല തവണ ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി. അതെ, വളരെ കൃത്യമല്ലേ. മുസ്ലിം ലീഗിന്റെ അകത്ത് മുസ്ലിം ലീഗിന് ഏകദേശം 1000-ൽ താഴെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അതിൽ 200-ന്റെ അടുത്ത് മുസ്ലിങ്ങൾ അല്ലാത്തവരാ. അതറിയാം നിങ്ങൾക്ക്? ഞാൻ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാ. എന്റെ മേലൊരു സമിതി ഉണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയും. ആ സെക്രട്ടേറിയറ്റില് ഒരു ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട ശ്യാം സുന്ദർ ഉണ്ട്, എന്റെ മേലെയാണ്. ഞാൻ സംസ്ഥാന ഭാരവാഹി, എന്റെ മേലെ. UC രാമൻ എന്റെ മേലെയാണ്. ജയന്തി നടരാജൻ എന്റെ മേലെയാണ്. ഇപ്പൊ മരിച്ചുപോയ AP ഉണ്ണികൃഷ്ണൻ, ഇവർക്ക് ഞങ്ങൾക്ക് മേലെ ഇരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതൃത്വം, അഖിലേന്ത്യാ കമ്മിറ്റി എടുത്തുണ്ടാക്കി. കേരളത്തിൽ നിന്ന് ഒരേ ഒരു സ്ത്രീ പ്രാതിനിധ്യം കിട്ടി. ആരാ വന്നിരുന്നത്? ജയന്തി രാജൻ എന്നൊരു സ്ത്രീയാണ്. ഒരു മുസ്ലിം സ്ത്രീക്ക് അവകാശം കിട്ടിയില്ല. ഞങ്ങൾ ആരവിടെ പരിഗണിക്കാത്തത്? ജനറൽ സീറ്റിൽ പട്ടികജാതിക്കാരനെ നിർത്തിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അവിടെ? ഞങ്ങളാണത്. കുന്നമംഗലം സീറ്റ് അത് നേരത്തെ പട്ടികജാതി സംവരണമായിരുന്നു. UC രാമൻ അവിടുന്ന് വിജയിച്ചു മുസ്ലിം ലീഗിന്റെ. ശേഷം അത് ജനറൽ സീറ്റായി മാറി. നയ്യാണ്ട് മാറിക്കളാന്ന് പറഞ്ഞില്ല. ആ ജനറൽ സീറ്റിൽ ആ മുസ്ലിം അല്ലാത്ത പട്ടികജാതിക്കാരനായ UC രാമനെ നിർത്തി. ഈ വെള്ളാപ്പള്ളിന്റെ തൊട്ടടുത്ത ജില്ലയാണ് പത്തനംതിട്ട. ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. പത്തനംതിട്ടയിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി നിതിൻ കിഷോർ എന്ന വ്യക്തിയാ, ഹിന്ദുവാ. ഇനി കാണിച്ചു തരണ എത്ര പഞ്ചായത്ത് റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളത്?
ശ്രീ ഷാഫി ചാലിയം, ഈ കണക്കൊക്കെ താങ്കൾക്കറിയാമെങ്കിൽ ഈ കണക്കൊക്കെ വെള്ളാപ്പള്ളിക്കും അറിയാം, ഇത് CPM നേതാക്കന്മാർക്കും അറിയാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി ഈ തരത്തിലുള്ള പരാമർശങ്ങൾ കണ്ണടച്ച് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് താങ്കൾ പറയുന്നത്? VHPയുടെ പാനലിസ്റ്റാണ് അപ്പുറത്തിരിക്കുന്നത്. ഇത് ആർക്കാണ് ഗുണകരമാകുക എന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത് ഇപ്പോൾ? അതായത് ഞാൻ പറയുമ്പോൾ ഒന്ന് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ചില ചോയ്സുകൾ വരും. ഇപ്പൊ വയനാട് ജില്ലയിൽ പനമരം പഞ്ചായത്തില് സ്ത്രീ സംവരണമാണ് പ്രസിഡന്റ്. 3 മുസ്ലിം സ്ത്രീകൾ മുസ്ലിം ലീഗിന് മെമ്പർമാരായി പരിചയ സമ്പന്നുള്ള 3 മുസ്ലിം സ്ത്രീകളുണ്ട്. എന്നിട്ടും ഞങ്ങൾ ആ വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഒരു ഹിന്ദുവായ സ്ത്രീയാണ്. അത് മനസ്സിലാക്കാദ്യം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിലുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? അതായത് പേഴ്സണൽ സ്റ്റാഫില് പേഴ്സണൽ സ്റ്റാഫില് പിന്നെ എന്താണ് മറ്റു സമുദായക്കാരെ എടുക്കാറുണ്ടോ? ഞങ്ങൾ ഏറ്റവും വലിയ സുപ്രീമോ ആയ നേതാവാര പാണക്കാട് പിന്നെ കുടുംബല്ലേ, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഏറ്റവും വലിയ PS കുഞ്ഞിരാമൻ എന്ന ഈഴവനാ. അതറിയാം നിങ്ങൾക്ക്? പിന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തിന്റെ PS ആരൊക്കെയാണ്? അദ്ദേഹത്തിന്റെ PS ഒന്ന് വിജയകുമാരൻ, ഒന്ന് സതീഷ് കുമാർ, ഒന്ന് സോമശേഖരൻ നാടാര്, വേറൊന്ന് ശ്രീധരൻ. പിന്നെ ഇപ്പോഴും മൂപ്പരെ മുഖ്യ ഗണന ഏത് വിദേശത്ത് എവിടെ പോകാനുണ്ടായിരുന്നു? ജിജോ എന്ന ക്രിസ്ത്യൻ സമുദായക്കാരനാണ്. VR ബാലു, രജിത് കുമാർ, പേഴ്സണൽ സെക്രട്ടറി ഓഫീസർ ശ്രീ ഗോപി തുടങ്ങി ഇപ്പോഴും അവരൊക്കെ സ്റ്റാഫ് എന്താണ് മുഴുവനും തന്നെയാണ്. ശരി, ശ്രീ ഷാഫി ചാലിയം, അതൊക്കെ ശരി. ഒറ്റ ചോദ്യം അത് ചോദിക്കുന്നത്, KT ജലീൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഇങ്ങനെയൊക്കെ വെള്ളാപ്പള്ളി പറയുമ്പോഴും എന്താണ് ലീഗിന്റെ യോഗങ്ങളിൽ എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളിക്കെതിരെ കൂട്ടായി എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് ലീഗിന് പരസ്യമായി വെള്ളാപ്പള്ളിയെ തള്ളി പറയാൻ കഴിയുന്നില്ല? ചാനൽ ചർച്ചകൾ അല്ലാതെ, അല്ലെങ്കിൽ ഒറ്റയ്ക്കും തിരിഞ്ഞുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലാതെ എന്തുകൊണ്ട് ആ പാർട്ടിക്ക് തള്ളി പറയാൻ കഴിയുന്നില്ല വെള്ളാപ്പള്ളിയെ? പാർട്ടിയുടെ നയം പറയുന്ന വക്താക്കളാണ് ഞങ്ങളൊക്കെ വളരെ കൃത്യമായി പറയേണ്ട ഭാഷ വെള്ളാപ്പള്ളിയുടെ ഭാഷയിലല്ല പറയാം. ഞങ്ങൾക്ക് ഞങ്ങളേതായ ഒരു സംസ്കാരവും ഭാഷയുണ്ട്. ആ ഭാഷയിൽ വളരെ കൃത്യമായ രീതിയിൽ പറയേണ്ട സമയത്ത് ഞാൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് പോയി തപ്പിവെക്കരുത്. പിന്നെ ഒന്നും പറയുമ്പോൾ അതൊന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കണം. പറഞ്ഞ ഞങ്ങളെ ഏറ്റവും വലിയ അഖിലേന്ത്യാ പ്രസിഡന്റ് 10 വർഷം ഞങ്ങൾ കേന്ദ്രമന്ത്രിയായിരുന്ന അഹമ്മദ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ്, അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാർ ആരാണെന്ന് അറിയോ? അതും കൂടി ഒന്ന് പ്രേക്ഷകർ കേൾക്കണം. ശശിധരൻ നായർ, ആണ്ടവൻ PK, വേലായുധൻ പിള്ള, വേണുഗോപാലൻ, ഡ്രൈവറുടെ പേര് നിക്കി, മറ്റൊരു ഡ്രൈവർ ഷിബിൻ, PSO പിന്നെ PSO ആരായിരുന്നു? ശിശുപാൽ തിരുവനന്തപുരത്തെ, സത്പാൽ സിംഗ് സിഖുകാരൻ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഞാൻ അവിടെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ നമ്മളെ PV അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ സ്വന്തം ഉടമസ്ഥയിലുള്ള പിന്നെ PV സ്കൂള്, ആ സ്കൂളിന്റെ പിന്നെ ശ്രീദേവി മേനോനാണ് പ്രിൻസിപ്പൾ. ഓക്കെ, ഞാൻ സമയപരിമിതി കൊണ്ടാണ് ശ്രീ ഷാഫി ചാലിയം, എനിക്ക് ആ പോയിന്റ് മനസ്സിലായത് ശ്രീ അനിൽ വിളയനെ മനസ്സിലായിട്ടുണ്ടെന്നാണ് കാര്യം. സമയപരിമിതി കൊണ്ടാണ്, ആ ടെക്നിക്കൽ വിഷയം കൊണ്ട് നമുക്ക് ഒരുപാട് സമയം പോയതിൽ അതിലൊരു ഖേദമുണ്ട്. ഞാൻ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ആ വിഷയത്തിൽ കൂടി ഒരു സ്റ്റേക്കില്ലേ ലീഗിന് പറയാൻ? നിങ്ങൾ വെള്ളാപ്പള്ളിന്റെ അടുത്ത് മൈക്കേറ്റ് പോകുമ്പോ ആ വേഷം മുഴുവൻ നിങ്ങൾ കൊടുക്കണ്ടല്ലോ. അതിന് മറുപടി വരില്ല. ഞങ്ങൾ എന്താ വഴി വെച്ച് ബ്ലോക്ക് ചെയ്യണേ? ഒന്ന് പറയാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കും. ഇത് ശരിയല്ലല്ലോ. ഞങ്ങൾ എല്ലാ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫിന്റെ കണക്ക് ഞാൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ അല്ല, നമുക്ക് സമയപരിമിതി ഉണ്ട്. മുഴുവൻ പറയുമ്പോ ബാക്കി കാര്യങ്ങൾ എനിക്ക് ചോദിക്കണ്ടേ? ആ ഇലക്ഷന്റെ വിഷയം ചോദിക്കണ്ടേ? അത് ഈ അരമണിക്കൂറായതിന്റെ ഒരു വിഷയമാണ് ശ്രീ ഷാഫി ചാലിയം. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ. എന്ത് ന്യായാണത്? അദ്ദേഹം ശ്രീ ഷാഫി ചാലിയം പറയുന്നത് കേട്ടാല് പുട്ടിന് പീര ഇടുന്നത് പോലെ പേഴ്സണൽ സ്റ്റാഫിൽ 3-4 ഹിന്ദുക്കളെ ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നമ്മൾ